മിഷിഗണിലെ ഡിയർബോൺ എന്ന ഊർജ്ജസ്വലമായ നഗരത്തിൽ ഒരു യുവാവ് താമസിച്ചിരുന്നു, സെയിൻ മാലിക്. 20 വയസ്സു മാത്രമേ ഉള്ളൂ. പക്ഷേ ജീവിതത്തിന്റെ ഭാരം അവന്റെ മുഖത്ത് 40 വയസ്സിന്റെ ക്ഷീണം തീർത്തിരുന്നു. അവന്റെ അമ്മ ഖദീജ കാൻസറിന്റെ അവസാന ഘട്ടത്തിലാണ്. 17 വയസ്സുള്ള സഹോദരി ആലിയ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്, ഡോക്ടറാകണമെന്ന് സ്വപ്നം കാണുന്നു. 3 വർഷം മുമ്പ് ഒരു തൊഴിലപകടത്തിൽ അവരുടെ അച്ഛൻ മരിച്ചു. അന്നു മുതൽ സെയിൻ കുടുംബത്തിന്റെ ഏക ആശ്രയമായി. സെയിനിന്റെ ദിവസങ്ങൾ ഒരു യന്ത്രം പോലെയാണ്. പകൽ ഒരു ഹലാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയിൽ ജോലി, രാത്രി ഓൺലൈനിൽ യൂബർ ഡ്രൈവറായി, ഇടയ്ക്ക് ഓൺലൈൻ കോളേജ് ക്ലാസുകൾ. ഉറക്കമില്ല, മുഖം വിളറി, കൈകൾ വിറയ്ക്കുന്നു, പോക്കറ്റിൽ അവസാന ഡോളറുകൾ എണ്ണുന്നു. അമ്മയുടെ മരുന്നുകൾക്ക് വലിയ തുക വേണം. ആലിയയുടെ സ്കൂൾ ഫീസ് കെട്ടിവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കടക്കാർ വിടാതെ പിന്തുടരുന്നു. ജീവിതം സെയിനിന് ഒരു തടവറയായി മാറി. ഒരു മേഘാവൃതമായ ഉച്ചനേരം സെയിൻ ഒരു ചെറിയ കഫേയിൽ കയറി. പാകിസ്ഥാനികൾ നടത്തുന്ന ഈ കഫേയിൽ $1 ചായ കിട്ടും. പോക്കറ്റിൽ നാണയങ്ങൾ തപ്പുമ്പോൾ ആരോ തന്നെ നോക്കുന്നതായി അവന് തോന്നി. തല ഉയർത്തിയപ്പോൾ ആഡംബര വസ്ത്രം ധരിച്ച ഒരു വൃദ്ധ സ്ത്രീയെ കണ്ടു. കറുത്ത അബായ, വജ്രം പതിച്ച ഹിജാബ് പിൻ, ആഴമുള്ള കണ്ണുകൾ. അവർ സെയിനിനെ തന്നെ നോക്കുകയാണ്, ഒരു രഹസ്യം വായിക്കുന്നതുപോലെ. സെയിൻ മാലിക് അല്ലേ? അവർ ശാന്തമായി ചോദിച്ചു. സെയിൻ ഞെട്ടി. അതെ, ഞാൻ തന്നെ. നിനക്കെന്നെ അറിയാമോ? ഞാൻ സഫിയ റഹ്മാൻ, ഒരു ബിസിനസ് വനിത. നിന്റെ ജീവിതം ഞാൻ അറിയുന്നു. അമ്മയുടെ രോഗം, സഹോദരിയുടെ സ്വപ്നങ്ങൾ, നിന്റെ കഷ്ടപ്പാടുകൾ. എനിക്കെല്ലാം മാറ്റാൻ കഴിയും. സെയിനിന്റെ മുഖം കുഴഞ്ഞു. എന്താണ് ഉദ്ദേശിക്കുന്നത്? സഫിയ ഒരു നേർത്ത ചിരിയോടെ പറഞ്ഞു. എന്നെ വിവാഹം കഴിക്കൂ. സെയിൻ ചിരിച്ചു. ഇത് തമാശയാണെന്ന് കരുതി. 70 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന സഫിയ ആരോഗ്യവതിയും ഊർജ്ജസ്വലയുമാണ്. അവരുടെ സാന്നിധ്യം ഒരു മാന്ത്രിക ശക്തി പോലെ ആകർഷകമാണ്. എന്നാൽ അവർ തുടർന്നു. ഞാൻ തമാശ പറയുന്നില്ല. എന്നെ വിവാഹം കഴിച്ചാൽ നിന്റെ കടങ്ങൾ ഞാൻ വീട്ടും. അമ്മയ്ക്ക് മികച്ച ചികിത്സ, ആലിയയ്ക്ക് മെഡിക്കൽ കോളേജ് വരെ ഞാൻ ഏറ്റെടുക്കും. നിന്റെ രാത്രി ഷിഫ്റ്റുകൾ, ടെൻഷൻ, ഇതൊക്കെ അവസാനിക്കും. ഒരു വ്യവസ്ഥ മാത്രം, എന്റെ നിബന്ധനകൾ അനുസരിക്കണം. സെയിനിന്റെ തല കറങ്ങുന്നതുപോലെ തോന്നി. ഇത് ഭ്രാന്താണ്. എന്തിനാണ് നീ എന്നെ തിരഞ്ഞെടുത്തത്? സഫിയയുടെ കണ്ണുകൾ തിളങ്ങി. ഒരു കാലത്ത് ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവളാണ്. ഇന്നെനിക്കെല്ലാമുണ്ട്, പക്ഷേ ആരും കൂടെയില്ല. ഇത് ചിന്തിക്കൂ സെയിൻ. നിനക്കെന്നെ സ്നേഹിക്കേണ്ട. നിന്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടില്ല. നിനക്ക് സ്വന്തം മുറിയും ജീവിതവുമുണ്ടാകും. കഫയിൽ നിന്നിറങ്ങിയ സെയിനിന്റെ മനസ്സ് കലുഷിതമായിരുന്നു. സഫിയയുടെ വാക്കുകൾ അവന്റെ തലയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അമ്മയുടെ വേദന, ആലിയയോട് സ്കൂൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് പറയേണ്ട അവസ്ഥ, എല്ലാം അവനെ തളർത്തി. ഒരു സന്ധ്യയിൽ ഡിയർബോണിന്റെ ആകാശത്ത് സൂര്യൻ മറയുമ്പോൾ സെയിൻ സഫിയയുടെ മന്ദിരത്തിന് മുന്നിൽ നിന്നു. അവൻ തീരുമാനിച്ചു. ഞാൻ സമ്മതിക്കുന്നു, അവൻ പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ നിയമ നടപടികളും പൂർത്തിയായി. ഒരു ലളിതമായ വിവാഹ ചടങ്ങ്, ചുരുക്കം ചില സാക്ഷികളുടെ സാന്നിധ്യത്തിൽ. സെയിൻ മാലിക് ഇപ്പോൾ ഔദ്യോഗികമായി സഫിയ റഹ്മാന്റെ ഭർത്താവാണ്, ആ പ്രദേശത്തെ ഏറ്റവും ധനികയായ സ്ത്രീ. സഫിയയുടെ മന്ദിരം ഒരു സ്വപ്നലോകം പോലെയായിരുന്നു. ക്രിസ്റ്റൽ ജാറുകൾ, പേർഷ്യൻ കാർപ്പറ്റുകൾ, സ്വർണം പതിച്ച ഗോവണികൾ. എന്നാൽ ഈ ആഡംബരത്തിനിടയിലും സെയിനിന് ഒരു ശൂന്യത അനുഭവപ്പെട്ടു. വീട്ടിൽ ഒരു വിചിത്രമായ നിശ്ശബ്ദത. ജോലിക്കാർ നിഴലുകൾ പോലെ നീങ്ങുന്നു. എല്ലാവരും സഫിയയ്ക്ക് മുന്നിൽ വിനയത്തോടെ നിൽക്കുന്നു. പക്ഷേ ഈ തിളക്കത്തിനു പിന്നിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട്. മന്ദിരത്തിന്റെ 2ാം നിലയിൽ ഒരു വലിയ വാതിൽ എപ്പോഴും പൂട്ടിയിട്ടിരിക്കുന്നു, കാവൽക്കാരുടെ നിരീക്ഷണത്തിൽ. ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. സെയിനിന് എല്ലാം ലഭിച്ചു. സ്വന്തം മുറി, പുതിയ വസ്ത്രങ്ങൾ, ആവശ്യമുള്ളതെന്തും. പക്ഷെ സഫിയയും അവനും തമ്മിൽ ഒരു അദൃശ്യമായ മതിലുണ്ടായിരുന്നു. ഓരോ രാത്രിയും അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. സഫിയ അവന്റെ വിശേഷങ്ങൾ ചോദിക്കും. പക്ഷേ അവരുടെ ബന്ധം അതിനപ്പുറം പോകുന്നില്ല. സഫിയ എപ്പോഴും മാന്യാണ്, പക്ഷെ ഒരു ദൂരം പാലിക്കുന്നു. ആ പൂട്ടിയ വാതിൽ സെയിനിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഓരോ തവണ അതിനു മുന്നിലൂടെ നടക്കുമ്പോഴും അത് അവനോട് എന്തോ പറയുന്നതുപോലെ. ഒരു രാത്രി അവൻ വാതിലിന്റെ തണുത്ത ചെമ്പുപിടിയിൽ കൈവച്ചു. പെട്ടെന്ന് ഒരു കാവൽക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. സർ, ഇവിടം നിരോധിതമാണ്. എന്തുകൊണ്ട്? സെയിൻ ചോദിച്ചു. ഉത്തരമൊന്നും കിട്ടിയില്ല. ഒരു ഫജ്ർ നമസ്കാരത്തിന്റെ സമയത്ത് അടുത്തുള്ള മസ്ജിദിൽ നിന്ന് അസാൻ മുഴങ്ങുമ്പോൾ സെയിൻ ആ വാതിലിനു പിന്നിൽ നിന്ന് ശബ്ദങ്ങൾ കേട്ടു. ഒരു സ്ത്രീയുടെ ശബ്ദം, സഫിയയുടേത്. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ആരാണ് സഫിയ യഥാർത്ഥത്തിൽ? ഈ വാതിലിനു പിന്നിൽ എന്താണ്?
അവന്റെ വിവാഹം കുടുംബത്തെ രക്ഷിച്ചെങ്കിലും തുറക്കാൻ പാടില്ലാത്ത ഒരു വാതിലിനു മുന്നിൽ അവനെ എത്തിച്ചോ? ആ ശബ്ദങ്ങൾ കേട്ട രാത്രി മുതൽ സെയിനിന് ഉറക്കം നഷ്ടപ്പെട്ടു. ആഡംബര കിടക്കയിൽ കിടന്നാലും അവന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ്. സഫിയ വാഗ്ദാനം ചെയ്തതുപോലെ അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. ഷിക്കാഗോയിൽ നിന്ന് പ്രശസ്തനായ ഒരു ഓങ്കോളജിസ്റ്റിനെ വരുത്തി. ആലിയയുടെ സ്കൂൾ ഫീസ് മുഴുവൻ വീട്ടി പുതിയ ലാപ്ടോപ്പും പഠനമേശയും വാങ്ങിക്കൊടുത്തു. സെയിനിന്റെ കുടുംബം ഈ അത്ഭുതത്തിന് നന്ദി പറഞ്ഞു. പക്ഷേ സെയിനിന്റെ മനസ്സ് ശാന്തമല്ല. സഫിയ മാറ്റമില്ലാതെ തുടർന്നു. സൗമ്യ, ശാന്ത, അല്പം ഒറ്റപ്പെട്ട. അവർ മറ്റുള്ളവരോടൊപ്പം നമസ്കരിക്കാറില്ല. എപ്പോഴും ആ പൂട്ടിയ മുറിക്കടുത്തുള്ള ഒരു മുറിയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും. സെയിൻ ആ മുറിയെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ജോലിക്കാർ ഒരേ ഉത്തരം ആവർത്തിക്കും: സർ, അവിടം പ്രത്യേകമാണ്. മാഡത്തിന്റെ അനുവാദമില്ലാതെ ആർക്കും പ്രവേശനമില്ല. സെയിനിന് തോന്നി താനൊരു സ്വർണ്ണക്കൂട്ടിലടയ്ക്കപ്പെട്ട രാജകുമാരനാണ്. എല്ലാമുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് സത്യം അവന്റെ കൈവശമില്ല. ഒരു വൈകുന്നേരം മന്ദിരത്തിന്റെ മുറ്റത്ത് പഴയ ഒരു ഖുർആൻ വായിച്ചിരിക്കുമ്പോൾ 19 വയസ്സുള്ള മീര എന്ന യുവതി അവന്റെ അടുത്തെത്തി. സഫിയയുടെ വ്യക്തിഗത സഹായിയായ മീര മന്ദിരത്തിൽ സെയിനിനോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഏക വ്യക്തി. എല്ലാം ഓക്കെയാണോ സർ? മീര മൃദുവായി ചോദിച്ചു. മീര, ദയവു ചെയ്തു സത്യം പറ. ആ പൂട്ടിയ മുറിയിൽ എന്താണ്? മീരയുടെ മുഖം വിളറി. ക്ഷമിക്കണം, എനിക്കറിയില്ല. നിന്റെ കണ്ണുകളിൽ അത് വ്യക്തമാണ്, നിനക്കറിയാം, സെയിൻ മെല്ലെ പറഞ്ഞു. മീര ഒരു നിമിഷം മടിച്ചു, പിന്നെ മന്ത്രിച്ചു: ദയവു ചെയ്ത് ചോദിക്കരുത്. ഞാനെല്ലാം നഷ്ടപ്പെടും. സെയിൻ അവളെ നിർബന്ധിച്ചില്ല. പക്ഷേ മീരയുടെ വാക്കുകൾ അവന്റെ കൗതുകം വർദ്ധിപ്പിച്ചു. അന്ന് രാത്രി അവൻ മീരയെ വീണ്ടും കണ്ടു. മന്ദിരത്തിന്റെ അടുക്കളയിൽ ആരും കേൾക്കാത്തിടത്ത്. മീര, സഫിയ സമ്മതിച്ചാൽ അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്നെ അറിയിക്കാമോ? മീര വീണ്ടും മടിച്ചു, പക്ഷേ അവസാനം തലകുലുക്കി. അവർ സമ്മതിച്ചാൽ ഞാൻ വരാം. 2 രാത്രികൾ കഴിഞ്ഞ് അർദ്ധരാത്രി മന്ദിരം നിശബ്ദമായപ്പോൾ മീര സെയിനിന്റെ മുറിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ മുറിയിൽ ഒറ്റയ്ക്കാണ്. നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. സെയിനിന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. മുഖം കഴുകി നീലവസ്ത്രം ധരിച്ച് മന്ദിരത്തിന്റെ മങ്ങിയ വെളിച്ചത്തിൽ നടന്നു. പഴയ കുടുംബചിത്രങ്ങൾ ഭിത്തിയിൽ അവനെ നോക്കുന്നതുപോലെ. സഫിയയുടെ മുറിയുടെ വാതിലിൽ മുട്ടി. കയറിവാ. ശാന്തമായ ശബ്ദം. മുറി മറ്റെല്ലാം പോലെയല്ലായിരുന്നു. നീളൻ പൂന്തൊട്ടികളിൽ പനിനീർ ആഡംബര തുണികൾ കൊണ്ട് മറച്ച വളഞ്ഞ ജനാലകൾ. മുറിയുടെ നടുവിൽ സഫിയ ഇരിക്കുന്നു. അവരുടെ പ്രായം മറച്ച് ഒരു ശാന്തമായ സൗന്ദര്യം. നീ വരുമെന്ന് ഞാൻ കരുതിയില്ല, അവർ പറഞ്ഞു. വരാതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഒരുപാട് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ട്, സെയിൻ മെല്ലെ പറഞ്ഞു. സഫിയ മെല്ലെ എഴുന്നേറ്റു. ഒരു പഴയ ഫോട്ടോ എടുത്ത് സെയിനിന് നൽകി. 1980കളിലെ വസ്ത്രം ധരിച്ച ഒരു പുരുഷൻ, സെയിനിനെ അത്ഭുതകരമായി സാമ്യമുള്ളവൻ, സഫിയയ്ക്കൊപ്പം. ഇത് നിന്റെ അച്ഛൻ, സാമുവൽ മാലിക്. നിന്റെ അമ്മയെ വിവാഹം കഴിക്കുന്നതിന് വളരെ മുമ്പ് ഞാൻ അവനെ പരിചയപ്പെട്ടു. സെയിനിന്റെ ശ്വാസം നിന്നു. നിനക്കവനെ അറിയാമായിരുന്നോ? സഫിയയുടെ ശബ്ദം വിറച്ചു. അവൻ എന്റെ ജീവിതത്തിലെ ആദ്യ പ്രണയമായിരുന്നു. എന്റെ ഭർത്താവ് മരിച്ച ശേഷം സാമുവൽ എന്നോട് ദയ കാണിച്ചു. ഞാനത് പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ അവനോട് വിവാഹം ആവശ്യപ്പെട്ടപ്പോൾ അവൻ ചിരിച്ചു. ഞാനൊരു ധനിക വിനോദം മാത്രമാണെന്ന് പറഞ്ഞു. സഫിയ മുഖം തിരിച്ചു. ശബ്ദം കടുപ്പമായി. ആ നിരസനം, ആ അപമാനം എന്നെ തകർത്തു. ആ വേദന ഞാൻ മറച്ചുവെച്ചു. പിന്നെ നിന്നെ കണ്ടു, സെയിൻ. നീ അവന്റെ പകർപ്പാണ്. സെയിൻ എഴുന്നേറ്റു. അപ്പോൾ ഈ വിവാഹം ഒരു പ്രതികാരമായിരുന്നു. സഫിയ അവനെ നോക്കി. ആദ്യം അതെ, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചു, നിന്റെ അച്ഛനെപ്പോലെ. പക്ഷേ നീ വ്യത്യസ്തനാണ്. നീ എന്നോട് ബഹുമാനത്തോടെ പെരുമാറി. ഞാൻ അർഹിക്കാത്ത ദയ കാണിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് നിന്നോട് പ്രണയം തോന്നി. സെയിൻ ഞെട്ടി പിന്നോട്ടു മാറി. ഇത് ഭ്രാന്താണ്. സഫിയ മെല്ലെ നടന്നു, കൈ ഹൃദയത്തിൽ വെച്ചു. ഹൃദയത്തിന് യുക്തി അറിയില്ല, സെയിൻ. വേദനയും അറിയില്ല. നീണ്ട തീവ്രമായ ഒരു നിശബ്ദത. ആ വാതിലിന് പിന്നിൽ എന്താണ്? സെയിൻ ചോദിച്ചു. സഫിയ ഒരു ആഴമുള്ള ശ്വാസമെടുത്തു. സത്യം. ഇപ്പോൾ നിനക്കത് അറിയാൻ തയ്യാറാണ്. അവർ ഒരു ചെമ്പ് താക്കോലെടുത്ത് അവന് നൽകി. നാളെ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം വാ. ചോദ്യങ്ങളോ ആരോപണങ്ങളോ വേണ്ട, നിന്റെ ഹൃദയവുമായി മാത്രം വാ. ആ രാത്രി സെയിൻ ഉറങ്ങിയില്ല. അച്ഛനെക്കുറിച്ചറിഞ്ഞത് അവന്റെ ലോകത്തെ തകിടം മറിച്ചു. സഫിയ, അവരുടെ മന്ദിരം, ഈ വിവാഹം എല്ലാം ഒരു ഒളിഞ്ഞിരിക്കുന്ന കഥയുടെ ഭാഗമാണോ? പക്ഷെ സഫിയയുടെ കണ്ണുകളിലെ വേദന യഥാർത്ഥമായിരുന്നു. താക്കോൽ കയ്യിൽ വെച്ച് അവൻ ചിന്തിച്ചു. ഇത് ഒരു വാതിലിന്റെ മാത്രം താക്കോലല്ല,
ഒരുപക്ഷേ തന്നെ ശിഥിലമാക്കുകയോ സൗഖ്യമാക്കുകയോ ചെയ്യുന്ന ഒരു സത്യത്തിന്റെ താക്കോൽ. അടുത്ത രാത്രി മന്ദിരം നിശബ്ദമായപ്പോൾ സെയിൻ ആ നിഷിദ്ധ വാതിലിനു മുന്നിൽ നിന്നു. ഇരുട്ടിൽ ഒരു പഴയ ക്ലോക്കിന്റെ ശബ്ദം മാത്രം. താക്കോൽ തിരികി ക്ലിക്ക് ശബ്ദത്തോടെ വാതിൽ തുറന്നു. ഒരു തണുത്ത കാറ്റ് അവന്റെ നട്ടെല്ലിലൂടെ ഓട്ടി. മുറിയോർമ്മകളുടെ ഒരു ഖനിയായിരുന്നു. മങ്ങിയ സ്വർണ്ണ വെളിച്ചം, പൊടി നിറഞ്ഞ വായു. മുറിയുടെ ഒരറ്റത്ത് ഒരു ആഡംബരത്തടി അലമാര, മുന്നിൽ ഒരു കസേര, ഒരു മങ്ങിയ പ്രാർത്ഥനാപായ, നടുവിൽ ഒരു മേശ, അതിൽ തുകൽ കവറിൽ ഒരു ഫയൽ. അതിൽ ഡസൻ കണക്കിന് ഫോട്ടോകൾ, സഫിയയുടെ യൗവനകാലം, യാത്രകൾ, ചിരികൾ. പക്ഷേ ചില ഫോട്ടോകളിൽ അവന്റെ അച്ഛൻ സാമുവൽ മാലിക്, ഒരു പിക്നിക്കിൽ ഒരു പാർക്കിൽ സഫിയയുടെ കൈപിടിച്ച്. ഫോട്ടോകൾക്ക് താഴെ 30 വർഷം പഴക്കമുള്ള കൈയെഴുത്ത് കത്തുകൾ. സെയിൻ ഒരെണ്ണം തുറന്നു. പ്രിയ സാമുവൽ, ഞാൻ വീണ്ടും ട്രെയിൻ സ്റ്റേഷനിൽ കാത്തിരുന്നു. നീ എന്തിനാണ് വരാത്തത്? നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം നുണയായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു. സെയിനിന്റെ കയ്യിൽ നിന്ന് കത്ത് വീണു. പെട്ടെന്ന് പിന്നിലൊരു ശബ്ദം. ഞാൻ അവന് ആഴ്ചതോറും കത്തെഴുതി. സെയിൻ തിരിഞ്ഞു. സഫിയ ഒരു നീണ്ട അയഞ്ഞ വസ്ത്രത്തിൽ, മുറിയുടെ വാതിൽക്കൽ. ഒരു കത്തിനും അവൻ മറുപടി തന്നില്ല. എന്തിനാണ് ഈ മുറി പൂട്ടിയത്? സെയിൻ ചോദിച്ചു. ഇതെന്റെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ്. ആരും ഇത് കാണാൻ ഞാൻ ആഗ്രഹിച്ചില്ല. പിന്നെ എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചത്? എന്തിനാണ് ഈ കെണി? സഫിയ അവന്റെ അടുത്തേക്ക് നടന്നു. ആദ്യം നിന്റെ അച്ഛന്റെ മകനെ ശിക്ഷിക്കാൻ. പക്ഷേ നീ അവനല്ല, സെയിൻ. നീ എന്നെ പഠിപ്പിച്ചു വീണ്ടും സ്നേഹിക്കാൻ. സെയിൻ വികാരാധീനനായി. ഇത് സ്നേഹമല്ല സഫിയ. ഇത് കൃത്രിമം, കുറ്റബോധം, കളി. ഇപ്പോൾ ഇത് സ്നേഹമാണ്, സഫിയ ശാന്തമായി പറഞ്ഞു. നിന്നെ നിയന്ത്രിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ കാണാൻ മാത്രം. സെയിനിന്റെ ശ്രദ്ധ അലമാരയിലേക്ക് തിരിഞ്ഞു. കത്തുകൾക്കിടയിൽ ഒരു നിയമരേഖ. 1 മാസം മുമ്പ് എഴുതിയ സഫിയയുടെ വിൽപ്പത്രം. അവരുടെ എല്ലാ സ്വത്തും സെയിനിന്. നീ എല്ലാം എനിക്ക് വിട്ടുതരുന്നു. അതെ, സഫിയ പറഞ്ഞു. നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു. നീ എനിക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യം തിരികെ തന്നു പ്രതീക്ഷ. സെയിനിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അറിയില്ല, താൻ ദേഷ്യപ്പെടണോ, വിഷമിക്കണോ, അതോ എല്ലാം ഒരുമിച്ച് അനുഭവിക്കണോ. ഇതെല്ലാം എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല, അവൻ മന്ത്രിച്ചു. ഈ രാത്രി ഇവിടെ നിൽക്കൂ, അതുമാത്രം, സഫിയ പറഞ്ഞു. അവർ മണിക്കൂറുകൾ സംസാരിച്ചു, ഭർത്താവും ഭാര്യയും എന്ന നിലയിലല്ല, 2 മുറിവേറ്റ മനുഷ്യരെ പോലെ. ഫജ്ർ സമയത്ത് ഒരു വിചിത്രമായ ശാന്തി അവർക്കിടയിൽ നിറഞ്ഞു. പക്ഷേ വിധിക്ക് മറ്റൊരു കഥ പറയാനുണ്ടായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം സഫിയ രോഗിയായി. ഡോക്ടർമാർ പറഞ്ഞു, ഹൃദയസ്തംഭനം, പ്രായം. സെയിൻ അവരുടെ കട്ടിലിനരികിൽ ഖുർആൻ വായിച്ചു. അവസാന നിമിഷങ്ങളിൽ സഫിയ മന്ത്രിച്ചു, നീ എന്നെ വീണ്ടും യുവതിയാക്കി, ഒരു നിമിഷത്തേക്കെങ്കിലും. നന്ദി. അവർ പുഞ്ചിരിയോടെ കണ്ണടച്ചു. സഫിയയുടെ ശവസംസ്കാരത്തിൽ ആളുകൾ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു. പക്ഷേ പൂർണ്ണകഥ സെയിനിന് മാത്രമേ അറിയൂ. എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ മന്ത്രിച്ചു, ഞാൻ നിന്നെ ക്ഷമിക്കുന്നു സഫിയ. നീയും എന്നെ ക്ഷമിക്കൂ. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. മന്ദിരത്തിന്റെ ഒരു നിഴലിൽ മീരവ് 19 വയസ്സുള്ള സഫിയയെ വർഷങ്ങളായി വിശ്വസ്തയോടെ സേവിച്ച യുവതി നിന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ ആഗ്രഹമോ ലാഭമോ അല്ല, വെറും വാത്സല്യം. മെല്ലെ ഒരു പുതിയ കഥ ഉടലെടുത്തു. മാസങ്ങൾ കടന്നുപോയി. ഒരു കാലത്ത് സഫിയയുടെ നിശബ്ദ പാദസ്വനങ്ങൾ നിറഞ്ഞ മന്ദിരം ഇപ്പോൾ പുതിയ ജീവനാൽ നിറഞ്ഞു. പഴയ ഭയപ്പെടുത്തുന്ന നിശബ്ദതയും രഹസ്യങ്ങളും മാഞ്ഞു. പകരം സൂര്യപ്രകാശം, മൃദുവായ സംഗീതം, ചിരികൾ. സെയിൻ മാറി. സഫിയയുടെ സ്വത്തിന്റെ ഉടമയായെങ്കിലും മന്ദിരം, റിയൽ എസ്റ്റേറ്റ്, 6ലധികം കമ്പനികൾ. അവൻ ധനത്തിൽ അഹങ്കരിച്ചില്ല. അമ്മയെ സംരക്ഷിക്കാനും ആലിയയ്ക്ക് ഒരു ഭാവി നൽകാനും മന്ദിരത്തെ സ്നേഹത്തിന്റെ പ്രതീകമാക്കാനും അവൻ ഉപയോഗിച്ചു. മീര മെല്ലെ അവന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം കണ്ടെത്തി. എപ്പോഴും അവന്റെ പിന്നിൽ നിശബ്ദം പക്ഷേ സാന്നിധ്യമുള്ളവൾ. ഒരു ദിവസം പഴയ പൂന്തോട്ടത്തിൽ ഒരു യാസ്മിൻ പുഷ്പത്തെ പരിചരിക്കുന്ന മീരയെ സെയിൻ കണ്ടു. നിനക്ക് ഈ സ്ഥലം ശരിക്കും ഇഷ്ടമാണ് അല്ലേ? മീര ചിരിച്ചു. ഇത് എന്റെ ജീവിതത്തിൽ അറിഞ്ഞ ഏക വീടാണ്. നീ ഒരിക്കലും സഫിയയെ ഭയപ്പെട്ടില്ല. എല്ലാവരും അവർക്ക് മുന്നിൽ വിനയം കാണിച്ചപ്പോഴും അവർ എനിക്കൊരു അഭയം തന്നു, മീര മൃദുവായി പറഞ്ഞു. പക്ഷേ നീ ഈ സ്ഥലത്തിന് ശാന്തി നൽകി. ആ വാക്കുകൾ സെയിനിന്റെ മനസ്സിൽ നിന്ന് മായാതെ നിന്നു. അവൻ മീരയുമായി കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അവൾ ഒരു അനാഥയാണ്. മന്ദിരത്തിൽ വളർന്നവൾ, ടീച്ചറാകണമെന്ന് സ്വപ്നം കണ്ടവൾ. സെയിൻ ഒരു തീരുമാനമെടുത്തു, അവളെ സഹായിക്കണം, ഒരു വ്യവസ്ഥയും കൂടാതെ. ഋതുക്കൾ മാറി. മിഷിഗണിൽ വസന്തം തിരിച്ചെത്തി. ഒരു രാത്രി ഇഷാ നമസ്കാരത്തിന് ശേഷം ചന്ദ്രപ്രകാശത്തിൽ മീരയോടൊപ്പം നടക്കുമ്പോൾ സെയിൻ പറഞ്ഞു,
നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഒന്നും ആവശ്യപ്പെടാതെ. ഞാൻ പറഞ്ഞാൽ നിന്നെ എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിന്നെ സന്തോഷിപ്പിക്കുമോ? മീരയുടെ കണ്ണുകൾ വിടർന്നു. നിന്റെ സന്തോഷമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത്. എനിക്കൊരു വീട് തോന്നുന്നത് നിന്റെ കൂടെയാണ്, സെയ്ൻ പറഞ്ഞു. ഒരു ലളിതമായ വിവാഹം, മസ്ജിദിൽ കുടുംബവും സുഹൃത്തുക്കളും മാത്രം. സഫിയ റഹ്മാന്റെ ആത്മാവിനു വേണ്ടി ഒരു നിശബ്ദ പ്രാർത്ഥന. സെയ്ൻ ഒരിക്കൽ കരുതിയിരുന്നു, സഫിയയുമായുള്ള വിവാഹം ഒരു ശാപമാണ്, സ്നേഹമില്ലാത്ത ഒരു കരാർ. പക്ഷേ ഇപ്പോൾ അവൻ മനസ്സിലാക്കി, ദൈവം ചിലപ്പോൾ വിചിത്രമായ പാതകളിലൂടെ നമ്മെ ശരിയായ സ്ഥലത്തേക്ക് നയിക്കുന്നു. മീര ഗർഭിണിയായി. അവർക്കൊരു മകൾ ജനിച്ചു. സഫിയ എന്ന് പേര് നൽകി. മന്ദിരം ഒരു കാലത്ത് വേദനയുടെ പ്രതീകമായിരുന്നത് ഇപ്പോൾ സ്നേഹത്തിന്റെയും ചിരിയുടെയും കേന്ദ്രമായി. ഖദീജ, സെയ്നിന്റെ അമ്മ, മുറ്റത്ത് ശാന്തമായിരിക്കും. ആലിയ മെഡിക്കൽ കോളേജിൽ 3ാം വർഷ വിദ്യാർത്ഥിനി വാരാന്ത്യങ്ങളിൽ വീട്ടിലെത്തും. സഫിയ ഒരിക്കൽ തന്റെ വേദനകൾ ഒളിപ്പിച്ച മന്ദിരത്തിന്റെ കിഴക്കൻ ഭാഗത്ത് സെയ്ൻ ഒരു പുതിയ മുറി സൃഷ്ടിച്ചു. റഹ്മാൻ ഗ്രന്ഥാലയം എന്നു പേര്. സഫിയയുടെ പഴയ പുസ്തകങ്ങൾ, ഡയറികൾ, അവർ അയക്കാതെ വെച്ച കത്തുകൾ എല്ലാം അവിടെ പ്രദർശിപ്പിച്ചു. പ്രവേശന കവാടത്തിൽ ഒരു കല്ലിൽ എഴുതി, സ്നേഹം എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ വരില്ല, പക്ഷേ വരുമ്പോൾ അതിനു മുമ്പുള്ള എല്ലാം അർത്ഥവത്താക്കും. സമയം കടന്നുപോയി. മന്ദിരം ഒരു ജീവകാരുണ്യ സാംസ്കാരിക കേന്ദ്രമായി മാറി. സെയ്ൻ, മീര, അവരുടെ മകൾ സഫിയ ഒരു കുടുംബമായി. ഒരു ദിവസം പൂന്തോട്ടത്തിൽ മീര ഗർഭപാത്രത്തിൽ കുഞ്ഞിന്റെ ആദ്യ ചലനമനുഭവിച്ചു. ഇവിടെ കൈവയ്ക്കൂ, അവൾ പറഞ്ഞു. സെയ്നിന്റെ കൈ അവിടെ സ്പർശിച്ചപ്പോൾ ഒരു അവർണ്ണനീയ ഊഷ്മളത അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു. നമ്മൾ എന്തു പേര് വിളിക്കും? മീര ചോദിച്ചു. പെൺകുട്ടിയാണെങ്കിൽ സഫിയ, സെയ്ൻ ചിരിച്ചു. അത് മനോഹരമാണ്. മുൻകാലത്തെ ആദരിക്കാനുള്ള ഏറ്റവും നല്ല വഴി, മീര പറഞ്ഞു. സെയ്ൻ ഒരു ഫൗണ്ടേഷൻ തുടങ്ങി. മന്ദിരത്തിലെ ജോലിക്കാർക്ക് പോലും പഠനത്തിനുള്ള സ്കോളർഷിപ്പുകൾ നൽകി. ഒരു ദിവസം റഹ്മാൻ ഗ്രന്ഥാലയത്തിൽ സഫിയയുടെ ഒരു പഴയ ഡയറി അവനെടുത്തു. അതിലെഴുതിയിരുന്നു, ഞാനൊരു രാജ്ഞിയായിരുന്നു, പക്ഷേ എന്റെ ഹൃദയം ഒരു മരുഭൂമിയിലെ ബെഡുവിനെപ്പോലെ ഒറ്റപ്പെട്ടിരുന്നു. സെയ്ൻ എന്ന പരീക്ഷണത്തിലൂടെ ഞാൻ വീണ്ടും ജനിച്ചു. ക്ഷമ നമുക്ക് വിട്ടേസിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. സഫിയയുടെ മകൾ ജനിച്ചു. മന്ദിരം പുതിയ ജീവനാൽ തുടിച്ചു. പക്ഷികളുടെ കിലുക്കവും കുട്ടികളുടെ ചിരിയും ഒന്നായി. സെയ്ൻ ഓരോ ഫജ്ർ നമസ്കാരത്തിനു ശേഷം ചെറിയ സഫിയയെ പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി ദുആകൾ പഠിപ്പിക്കും, നക്ഷത്രങ്ങളെക്കുറിച്ച് പറയും. മീര അമ്മയുടെ തിളക്കവുമായി ഉറക്കമില്ലാത്ത രാത്രികളിലും പരാതി പറഞ്ഞില്ല. എന്റെ കുഞ്ഞിന്റെ കണ്ണുകളിൽ ഞാൻ എന്റെ അമ്മയെ കാണുന്നു, അവൾ പറഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. ആലിയ ഡോക്ടറായി. അവളുടെ ബിരുദദാന ചടങ്ങിൽ അവൾ പറഞ്ഞു, ഈ വിജയം എന്റേത് മാത്രമല്ല, എന്റെ അമ്മയുടെ പ്രാർത്ഥന, സഹോദരന്റെ ത്യാഗം, ഒരു സ്ത്രീയുടെ അനന്തമായ ഹൃദയം, അവരാണ് എന്നെ ഇവിടെ എത്തിച്ചത്. സെയ്നിന്റെ കണ്ണുകൾ നിറഞ്ഞു. മീര അവന്റെ കൈ പിടിച്ചു. നിന്നിൽ ഞാൻ അഭിമാനിക്കുന്നു, അവൾ മന്ത്രിച്ചു. മന്ദിരത്തിനു മുന്നിൽ ഒരു ഫലകം വന്നു. റഹ്മാൻ ഭവനം, ക്ഷമയുടെയും സ്നേഹത്തിന്റെയും 2ാം അവസരങ്ങളുടെയും വീട്. റമലാനിൽ ഇഫ്താർ വിരുന്നുകൾ, ഈദുൽ അദ്ഹായിൽ 100 കണക്കിന് കുടുംബങ്ങൾക്ക് മാംസവിതരണം. ഗ്രന്ഥാലയം എല്ലാ പ്രായക്കാർക്കും തുറന്നു. മീര കുട്ടികൾക്കായി പുസ്തകങ്ങൾ എഴുതി. ആദ്യ പുസ്തകം പൂട്ടിയ വാതിലിനു പിന്നിൽ. ചെറിയ സഫിയ 3 വയസ്സായപ്പോൾ ഒരു ദിവസം ഗ്രന്ഥാലയത്തിൽ അവൾ ചോദിച്ചു, അച്ഛാ, ഈ വാതിലിനു പിന്നിൽ എന്താണ്? സെയ്ൻ ചിരിച്ചു. ഇവിടെ മുൻകാലത്തിന്റെ ഹൃദയമിടിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഭാവിയുടെ വാതിലുകൾ തുറക്കുന്നു, മോളെ. അവർ ഒരുമിച്ച് മുറിയിൽ കയറി. മേശപ്പുറത്ത് സഫിയ റഹ്മാന്റെ പഴയ ഡയറിക്കരികിൽ മീരയുടെ പുതിയ ഡയറി. മുൻകാലവും ഭാവിയും ഒരുമിച്ച്. വർഷങ്ങൾ കടന്നുപോയി. സഫിയ ഇപ്പോൾ ഒരു യുവതി ജെറുസലേമിൽ പഠനത്തിനു പോയി. ഒരു ദിവസം അവൾ ഒരു ചുവന്ന ഫയലുമായി തിരിച്ചെത്തി. അമ്മ, ഞാൻ അച്ഛന്റെ കഥ എഴുതി. ഇതൊരു ജീവചരിത്രമല്ല, ക്ഷമയെക്കുറിച്ചും മാറ്റത്തെക്കുറിച്ചും 2ാം അവസരങ്ങളെക്കുറിച്ചുമാണ്. മീര ഫയൽ തുറന്നു. ഓരോ വരിയിലും സെയ്ൻ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ മാത്രമല്ല, സഫിയ റഹ്മാൻ, മീര, സാമുവൽ മാലിക്, എല്ലാവരും. നീ ഇത് എന്തു ചെയ്യും? മീര ചോദിച്ചു. പ്രസിദ്ധീകരിക്കും. അച്ഛൻ നിശബ്ദനായിരുന്നു. പക്ഷേ ഞാൻ അവന്റെ ശബ്ദം ലോകത്തിന് കേൾപ്പിക്കും. വാതിലിന് പിന്നിലെ കഥ, റഹ്മാൻ എന്ന പുസ്തകം ലോകമെങ്ങും വായിക്കപ്പെട്ടു. 1 വർഷം കഴിഞ്ഞ് റഹ്മാൻ ഭവനത്തിൽ ഒരു അന്താരാഷ്ട്ര സെമിനാർ നടന്നു. ജെറുസലേം, ആൻഡലൂഷ്യ, ബോസ്നിയ, പാകിസ്ഥാൻ, ഡെട്രോയിറ്റ്, എല്ലായിടത്തുനിന്നും ആളുകൾ. സഫിയ വേദിയിൽ പറഞ്ഞു, ഞാനൊരു കഥയിൽ ജനിച്ചു. എന്റെ അച്ഛന്റെ നിശബ്ദതയും അമ്മയുടെ ക്ഷമയും ഞാൻ ഈ ഭിത്തികളിൽ കേട്ടു. ഓരോ പൂട്ടിയ വാതിലും ക്ഷമയോടെ തുറക്കാം. സമയം മുന്നോട്ടുപോയി. സെയ്നും മീരയും വാർദ്ധക്യത്തിലേക്ക്.
ഒരു ദിവസം ഒരു യുവതി ജെറുസലേമിൽ സഫിയയെ കണ്ടവൾ റഹ്മാൻ ഭവനത്തിലെത്തി. നിന്റെ ജീവിതം ഒരു പുസ്തകമാക്കണം. ലോകമിപ്പോൾ മോശം വാർത്തകൾ മാത്രം കേൾക്കുന്നു. നിന്റെ കഥ ദയയുടെയും ക്ഷമയുടെയുമാണ്. സെയൻ ചിരിച്ചു. എന്റെ ജീവിതം ഇതിനകം ഒരു പുസ്തകമാണ്, കണ്ണീരിൽ എഴുതിയത്.